പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. സംസ്ഥാനത്തെ സ്കൂളുകളിൽ വേനൽ അവധി ക്ലാസുകൾ പൂർണ്ണമായി വിലക്കി വിദ്യാഭ്യാസ വകുപ്പ്. CBSE സ്കൂളുകൾ അടക്കമുള്ള സ്കൂളുകൾക്ക് ഉത്തരവ് ബാധകമാണ്. വിവരങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ചേരുകയാണ്. ആന്റണി, എന്തൊക്കെ തരത്തിലുള്ള നിയന്ത്രണങ്ങളാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്? ദേവിക, ചില സ്കൂളുകളിൽ ഈ വേനലവധി ക്ലാസുകൾ ആരംഭിക്കാൻ പോകുന്നു എന്നുള്ള അല്ലെങ്കിൽ തുടങ്ങാൻ നിൽക്കുന്നു എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇത്തരമൊരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. സംസ്ഥാനത്ത് സർക്കാർ ഒരു പ്രവൃത്തി ദിനത്തിൽ എന്നാണ് തുറക്കേണ്ടതെന്നൊരു സർക്കാർ ഒരു ഉത്തരവ് ഇടുന്നത് വരെ സംസ്ഥാനത്ത് ഈ സ്കൂളുകളൊന്നും തുറന്ന് പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ ഉത്തരവിൽ പറയുന്നത്. കാരണം നിലവിൽ കടുത്ത ചൂടാണ്, വലിയ രീതിയിലുള്ള കാലാവസ്ഥ ചൂട് അനുഭവപ്പെടുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ ക്ലാസുകളൊന്നും വേണ്ട എന്നുള്ളതാണ് പ്രധാനമായും സർക്കാർ അറിയിച്ചിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത് അത് എൽ പി സ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള ക്ലാസുകളിൽ ഒരു കാരണവശാലും വേനലവധി ക്ലാസുകൾ നടത്താൻ പാടില്ല. അങ്ങനെ നടത്തുന്ന സ്കൂളുകൾക്കെതിരെ, സ്കൂൾ അധികാരികൾക്കെതിരെ, അധ്യാപകർക്കെതിരെ കർശന ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ സർക്കുലറിലെ നിർദ്ദേശം കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിനായി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാരെയും ഇതിനുവേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ഏതായാലും കർശന നിർദ്ദേശം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് നൽകിയിരിക്കുന്ന ഉത്തരവിൽ ഉള്ളത്. ഈ ക്ലാസുകൾ ഇനി നടത്തിയാൽ ഏതെങ്കിലും തരത്തിൽ ആ സമയത്ത് കുട്ടികൾ വേനൽ ചൂട് മൂലം എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം ആ ക്ലാസുകൾ നടത്തുന്നവർക്ക് മാത്രമായിരിക്കുമെന്നും ഉത്തരവിൽ പറയുന്നു. CBSE, ICSE ഉൾപ്പെടെ സംസ്ഥാനത്തെ ഗവൺമെന്റ്, എയ്ഡഡ്, അൺഎയ്ഡഡ് ആ മേഖലകളിലെ എല്ലാ സ്കൂളുകൾക്കും ഈ ഉത്തരവ് ബാധകമായിരിക്കുമെന്നും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവിൽ പറയുന്നു. ഈ ഏതെങ്കിലും തരത്തിൽ ഉത്തരവ് ലംഘിക്കുന്നവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്നും ഉത്തരവ് വ്യക്തമാക്കുന്നു. ദേവിക. ആന്റണി, അതുകൂടാതെ തന്നെ ക്ലാസുകൾ കൂടാതെ CBSE സ്കൂളുകൾ പോലെയുള്ള അല്ലെങ്കിൽ പ്രൈവറ്റ് സ്കൂളുകളിൽ സമ്മർ ക്യാമ്പുകൾ നടക്കുകയാണ്. ഇപ്പോൾ ഭീമമായ തുകകൾ ചൂണ്ടിക്കാണിച്ച് അല്ലെങ്കിൽ ഭീമമായ തുകകൾ ഈടാക്കിക്കൊണ്ട് സമ്മർ ക്യാമ്പുകൾ നടക്കുകയാണ്. ഇത്തരത്തിലുള്ള ക്യാമ്പുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിലക്ക് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിൽ ഈ മേഖലയിൽ, അതായത് CBSE, ICSE സിലബസ് പിന്തുടരുന്ന സ്കൂളുകൾ ഉൾപ്പെടെ എല്ലാ ഗവൺമെന്റ് എയ്ഡഡ്, അൺഎയ്ഡഡ്, ലോവർ പ്രൈമറി, അപ്പർ പ്രൈമറി, ഹൈസ്കൂളുകൾ, ഹയർ സെക്കൻഡറി സ്കൂളുകൾ, ഈ സ്കൂളുകളിൽ മധ്യവേനൽ അവധിക്കാലത്ത് ഏതെങ്കിലും തരത്തിലുള്ള ക്ലാസുകൾ നടത്തരുത് എന്നുള്ളതാണ് പ്രധാനമായി. ഏതെങ്കിലും തരത്തിൽ സാധാരണ ക്ലാസുകളാണെങ്കിലും മറ്റുള്ള ഏതെങ്കിലും തരത്തിലുള്ള ക്ലാസുകളാണെങ്കിലും ഒന്നും വേണ്ട എന്നുള്ളതാണ്, ഒന്നും തന്നെ നടത്തിക്കൂടാ എന്നുള്ളതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം. സംസ്ഥാന സർക്കാർ എന്നാണ് സ്കൂളുകൾ തുറക്കേണ്ടതെന്ന കാര്യത്തിൽ ഒരു കലണ്ടർ പ്രസിദ്ധീകരിക്കും. ആ ദിവസം മാത്രമേ സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കേണ്ടതുള്ളൂ എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ചൂടാണ്, കർശനമായ ചൂടാണ് നിലവിൽ അനുഭവപ്പെടുന്നത്. ഈ സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇത്തരമൊരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ദേവിക. ശരി, ആന്റണി ജിസ് ജോർജ് വിവരങ്ങൾ നൽകുകയായിരുന്നു.